തോന്നിയ വാസം പോലെ എന്തും സംസാരിക്കാമെന്നല്ല. നമ്മുടെ സംസാരം കൊണ്ട് ഒരു വ്യക്തി കണ്ണുനീരലാവുകയും അവൻ്റെ മനസ്സ് വേദനിക്കുകയും അവൻ്റെ ഹൃദയം തകർന്നു പോകുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. വചനം പഠിപ്പിക്കുന്നു, 2 കോരിന്തോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം, ഓരോരുത്തരും ശരീരത്തിലൂടെ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിലൂടെ ചെയ്തിട്ടുള്ള, നമ്മുടെ നാവിലൂടെ ചെയ്തിട്ടുള്ള ഓരോ നന്മ തിന്മകൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ തമാശയ്ക്കെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുക. മറ്റൊരു വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ജെറമിയ 15-ാം അധ്യായം 19-ാം തിരുവചനം, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. വിലകെട്ടവ പറയാതെ നല്ലത് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആകുമെന്നാണ് ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നത്. ദൈവത്തിൻ്റെ നാവ് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാവ് വിശുദ്ധമായ നാവാണ്. നമ്മുടെ നാവിലൂടെ നമ്മൾ പറയുന്നത് ഓരോന്നും അനുഗ്രഹമായി മാറും. നമ്മുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന വാക്കായി മാറും. അതിനാൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ സംസാര രീതി കൊണ്ട് ഒരു വ്യക്തിയെ പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് ട്രൈ.